വിശുദ്ധ ക്ലാരയുടെ ദൈവവിളി. വിശുദ്ധ ക്ലാരയുടെ ജീവിതം നോക്കുമ്പോൾ ദൈവവിളി ഒരു ശബ്ദം മാത്രമല്ല, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാണെന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിസിൻ്റെ ജീവിത സാക്ഷ്യം ക്ലാരയുടെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. ആ സ്പർശം ഒരു വികാരമായി അവസാനിച്ചില്ല, ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു സമർപ്പണമായി അത് മാറി. ദൈവം ഒരിക്കലും ബലമായി ആരെയും വിളിക്കുന്നില്ല, അവിടുന്ന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ക്ലാര ആ ക്ഷണം സ്വീകരിച്ചു. അവൾ സുരക്ഷിതമായ കൊട്ടാരം വിട്ട് ദാരിദ്ര്യത്തിൻ്റെ വഴിയിലേക്ക് നടന്നു. ലോകത്തിൻ്റെ കാഴ്ചയിൽ അത് നഷ്ടമായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചയിൽ അത് ഏറ്റവും വലിയ വിജയമായിരുന്നു. ഇന്നും ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ചിലരെ സമർപ്പിത ജീവിതത്തിലേക്ക്, ചിലരെ കുടുംബജീവിതത്തിലേക്ക്, ചിലരെ സമൂഹ സേവനത്തിലേക്ക്. പ്രധാന ചോദ്യം ദൈവം എന്നെ വിളിക്കുന്നുണ്ടോ എന്നതല്ല, ദൈവത്തിൻ്റെ വിളിക്ക് ഞാൻ മറുപടി പറയാൻ തയ്യാറാണോ എന്നുള്ളതാണ്. വിളി സ്വീകരിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ വിളിയിൽ വിശ്വസ്തയായി നിലനിൽക്കുക, അതാണ് യഥാർത്ഥ വിശുദ്ധി. എന്നെ വിളിച്ചത് മനുഷ്യരല്ല, എന്നെ വിളിച്ചത് ക്രിസ്തുവാണ് എന്ന ബോധ്യമായിരുന്നു വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൻ്റെ അടിത്തറ. ദൈവവിളി പലപ്പോഴും ഒരു വലിയ ശബ്ദമായല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുഴങ്ങുന്ന ഒരു മൃദുസ്വരമാണ്. അത് കേൾക്കാൻ നിശബ്ദതയും പ്രാർത്ഥനയും തുറന്ന മനസ്സും ആവശ്യമാണ്. ക്ലാര ഈ ശബ്ദം കേട്ടപ്പോൾ മുതൽ അവൾ ആ ശബ്ദത്തിന് പ്രത്യുത്തരം നൽകി. ക്ലാരയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവിളി ഒരു സംഭവമല്ല, ഒരു യാത്രയാണ്. ആ യാത്രയിൽ സന്തോഷമുണ്ട്, കണ്ണുനീരുണ്ട്, ത്യാഗമുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം അതിജീവിക്കാൻ ദൈവം തൻ്റെ കൃപയും ശക്തിയും നമുക്ക് നൽകുന്നു. ക്ലാരയ്ക്ക് കുടുംബത്തിൻ്റെ എതിർപ്പും സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെടും എന്ന ഭയവും ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ പറഞ്ഞത് ലോകത്തോടല്ല, ദൈവത്തോടായിരുന്നു. ഞാൻ നിൻ്റേതാണ്. യഥാർത്ഥ ദൈവവിളി എപ്പോഴും സ്വയം സമർപ്പണത്തിലേക്കാണ് നയിക്കുക. ഇന്നത്തെ ലോകം നമ്മെ പലതും വാഗ്ദാനം ചെയ്യുന്നു: സമ്പത്ത്, പ്രശസ്തി, അധികാരം, സൗകര്യങ്ങൾ. എന്നാൽ ദൈവം ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്: നിന്റെ ഹൃദയം എനിക്ക് തരാമോ? ക്ലാര തൻ്റെ ഹൃദയം പൂർണ്ണമായും ക്രിസ്തുവിന് നൽകി. അതുകൊണ്ടാണ് അവളുടെ ജീവിതം ഇന്നും ലോകത്തിന് പ്രകാശമാവുക. ദൈവവിളി സ്വീകരിക്കുന്നതെല്ലാം മനസ്സിലാക്കിയ ശേഷമല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. ക്ലാരയ്ക്ക് നാളെക്കുറിച്ചെല്ലാം അറിയില്ലായിരുന്നു, പക്ഷേ തന്നെ വിളിച്ച ദൈവത്തെ അവൾ അറിഞ്ഞിരുന്നു. ആ അറിവ് അവൾക്ക് ധൈര്യം നൽകി. ചില ധ്യാന ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കട്ടെ. ദൈവം എന്നെ ഏതു വഴിയിലേക്കാണ് നയിക്കുന്നത്? ആ വിളി അല്ലെങ്കിൽ ആ വഴിക്ക് ഞാൻ അതെ എന്നു പറയാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാണോ ഒന്നാം സ്ഥാനം? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ക്ലാരയെപ്പോലെ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങളെക്കാൾ അങ്ങയുടെ സ്വരം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതം മുഴുവനും അങ്ങയുടെ വിളിയോട് വിശ്വസ്തയായി ജീവിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും ഇതാ ഞാൻ, എന്നെ അയക്കണമേ എന്ന് പറയുവാനുമുള്ള സന്നദ്ധത എനിക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ.